കേരളമാകെ ഒരു നവകേരള സ്വപ്നം ഒന്നാണെന്താണ് അത് പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം LDF സർക്കാർ സ്വീകരിച്ചൊരു ദ്വിമുഖ സമീപനമാണ്. അതൊന്ന് ക്ഷേമ ആശ്വാസ നടപടികളായിരുന്നു, അതോടൊപ്പം തന്നെ വികസന നടപടികൾ. ഈ ദ്വിമുഖ സമീപനം പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ബജറ്റിലെ LDF അവതരിപ്പിച്ച ബജറ്റിലെ കാര്യങ്ങൾ പലതും ആവർത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞനാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പോലുള്ളവ അതിൻ്റെ ഉദാഹരണങ്ങളായി കാണാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, നേരത്തെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അവ പേര് മാറ്റി പുതിയ പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ കേരളം അടുത്ത കാലത്തായി ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതിലൂടെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ തുറന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാമർശവും ഇതിനകത്ത് കാണാനില്ല. ഇപ്പോഴത്തെ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവ ഒന്നും പറഞ്ഞില്ല, പൂർണ്ണ മൗനം പാലിച്ചിരിക്കുക. ഇവിടെ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ചൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പഴങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും മറ്റും മദ്യമുണ്ടാക്കാൻ ചെറുകിട മേഖലയെ അനുവദിക്കുന്നതായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ ബജറ്റിലെ ഒരു സമീപനം. അത് കാർഷിക രംഗത്ത് വലിയ തോതിൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്, കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. അത് മാറ്റി വൻകിട മദ്യ കമ്പനികൾക്ക് വീര്യം കുറഞ്ഞ മദ്യം വലിയ തോതിൽ നിർമ്മിക്കാനുള്ള അവസരം ഈ പുതിയ ബജറ്റ് തുറന്നു കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു സംശയം ഇപ്പോൾ ഉയരുകയാണ്. നേരത്തെ കൃഷിക്കാരെയും ചെറുകിട വ്യവസായ മേഖലയും പ്രോത്സാഹിപ്പിക്കലാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതിനു പകരം വൻകിട കോർപ്പറേറ്റ് താല്പര്യം ഇവിടെ ഉയർന്നു വരുന്നുവെന്നാണ് കാണേണ്ടത്. നമ്മുടെ ബജറ്റിൻ്റെ മാത്രമല്ല, നേരത്തെ അവതരിപ്പിച്ച ധവളപത്രത്തിൻ്റെയും പ്രധാനപ്പെട്ട ഊന്നൽ സ്വകാര്യ മേഖലയ്ക്ക് നല്ല അവസരം കൊടുക്കലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ച UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഒഡീഷ, ആന്ധ്ര, കേരള ഈ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ച റെയർ എർത്ത് ഇടനാഴി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു.
ആശയത്തെ അതേപടി ഇപ്പോൾ UDF സർക്കാർ ഉൾക്കൊണ്ടു എന്ന് വേണം കണക്കാക്കാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.